നമസ്തേ. 1000 പാമ്പുകളുടെ അമ്മ എന്ന കഥ നമ്മൾ ഇന്നലെ പറയേണ്ടത്. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് അതേ തുടർന്ന് ഈ പാമ്പുകളുടെ 1000 പാമ്പുകളുടെ അമ്മയായ കദ്രുവും ഗരുഡൻ്റെ അമ്മയായ വരുണൻ്റെ അമ്മയായ വിനതയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അവർക്ക് ദാസ്യമുണ്ടാകുന്നതിന്, ദാസ്യം എന്ന് വെച്ചാൽ പന്തയം വെച്ചു. എന്താണ് പന്തയം വെച്ച്? ഈ ദേവേന്ദ്രന് ഒരു കുതിരയുണ്ട്. ഉച്ചൈസ്രവസ് എന്നാണ് ആ കുതിരയുടെ പേര്. ആ കുതിര ഇങ്ങനെ ആകാശത്ത് കൂടിയൊക്കെ ചിലപ്പോൾ പറന്നു പോകും. അങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ദൂരെ നിന്നുകൊണ്ട് കദ്രു എന്തു പറഞ്ഞു? ദേ കണ്ടോ, ഉച്ചൈസ്രവസ് പോകുന്നു. മുഴുവനും കറുപ്പ് നിറമായ ഒരു കുതിര, ഉച്ചൈസ്രവസ് എന്ന് പറഞ്ഞു. അപ്പം വിനത എന്ത് പറഞ്ഞു? മുഴുവനൊന്നും കറുപ്പല്ല, ഉച്ചൈസ്രവസിൻ്റെ വാലും ഒരു വെളുത്ത പാണ്ടുണ്ട് എന്ന് പറഞ്ഞു. വെളുത്ത പാണ്ടോ? എന്താ പറ്റിയ വിനതേ നിനക്ക്? ഉച്ചൈസ്രവസ് മുഴുവനും കറുപ്പാണ് എന്നുണ്ടോ? അല്ല കദ്രു, നിനക്ക് വെറുതെ തോന്നണതാ. ഉച്ചൈസ്രവസിനെ സൂക്ഷിച്ചു നോക്കിക്കോ. ഉച്ചൈസ്രവസിൻ്റെ വാലുമ്മ ഒരു വെളുത്ത നിറമുണ്ട്. വാലുമ്മ പാണ്ടുണ്ട്, വെളുത്ത പാണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ വെളുത്തത്. അതും പറയാം. കദ്രു നിർബന്ധമായിട്ടും പറഞ്ഞു, വെറുതെ എന്നോട് വഴക്കിന് വരരുത്. ഉച്ചൈസ്രവസിൻ്റെ ദേവേന്ദ്രൻ്റെ കുതിര മുഴുവനും കറുപ്പാണ്. അപ്പോൾ വിനത പറഞ്ഞു, അത് തെറ്റ് പറ്റി കദ്രു നിനക്ക്. അതിൻ്റെ വാലിനൽപ്പം വെളുത്ത പാണ്ടുണ്ട്. ഇല്ല, നമുക്ക് വാദിക്കാം, ബെറ്റ് വയ്ക്കാം എന്നു. രണ്ടാളും തമ്മിൽ വളരെ ഗൗരവത്തിൽ ബെറ്റ് വെച്ചു. ബെറ്റെന്ന് പറഞ്ഞാൽ എന്താ? പന്തയം വച്ചു. എന്താ പന്തയം വെച്ചത്? മുഴുവനും കറുപ്പാണ് എന്നുണ്ടെങ്കിൽ കദ്രു വിജയിക്കും. കദ്രു പറഞ്ഞതാണ് ശരി. അപ്പോൾ അല്ല, ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെളുത്ത പാണ്ടുണ്ട് എന്ന് പറയുന്ന വിനത പറയുന്നതാണ് ശരിയെങ്കിൽ വിനത വിജയിക്കും. തോൽക്കുന്നവരെ ജയിക്കുന്ന അമ്മയുടെ ദാസിയായിരിക്കണം. അതാണ് പന്തയം. 2 പേരും സമ്മതിച്ചു. കദ്രുവും സമ്മതിച്ചു, വിനതയും സമ്മതിച്ചു. നാളെ കുതിര പോകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കാൻ ഏർപ്പാടാക്കി. കൂടുതൽ വളരെ സൂക്ഷ്മതയോടെ നോക്കാനായിട്ട് 3ാമതൊരാളെ ഇങ്ങോട്ട് വെച്ചു. അയാൾ നോക്കണ സമയത്ത് മുഴുവൻ കറുപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ കദ്രു ജയിക്കും. കദ്രു പറഞ്ഞത് ശരിയാകും. അല്ല, വെളുത്ത പാണ്ടുണ്ട് എങ്കിൽ വിനത ജയിക്കും. അതാണ് ശരി എന്ന് പറയും. അതാണ് വിനത പറഞ്ഞതാണ് ശരി എന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കൂടി 2 സർപ്പങ്ങളുടെ അമ്മയായ 1000 സർപ്പങ്ങളുടെ അമ്മയായ കദ്രുവും ഗരുഡൻ്റെ അമ്മയായ വിനതയും തമ്മിൽ പന്തയം വച്ചു. പിറ്റേ ദിവസം കുതിര ഉച്ചൈസ്രവസ് വരുന്നതും കാത്തങ്ങനെ നിന്നു. അന്ന് രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. 1000 സർപ്പങ്ങളെ കദ്രു മക്കളെ എന്ന് വിളിച്ചു. 1000 പേര് ഒന്നിച്ച് വരുന്നതാണ്. അവർ കുറച്ച് പേരും വന്നു. അവരെല്ലാവരും വന്നു കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ കാര്യം? ആ ഉച്ചൈസ്രവസിൻ്റെ വാലുമ്മ വാസ്തവം പറഞ്ഞാൽ വിനത പറഞ്ഞതാ ശരി, ഒരു വെളുത്ത പാണ്ടുണ്ട്. പക്ഷേ അവൾ ജയിക്കാൻ പാടുമോ പന്തയത്തിൽ? അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ദാസിയായിട്ടിരിക്കണം 1000 കൊല്ലക്കാലം. അത് കഷ്ടം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ആ വാലും അങ്ങനെ ചുറ്റിപ്പടഞ്ഞ് അങ്ങ് കിടക്കുക. അപ്പം കറുപ്പ് കാരണം വാലിൻ്റെ വെളുത്ത പാണ്ടൊക്കെ കറുപ്പ് പോലെയായിട്ട് കാണും. അപ്പം മുഴുവൻ കറുപ്പാണ് ഉച്ചൈസ്രവസിന്. ദേവേന്ദ്രൻ്റെ കുതിര മുഴുവനും കറുത്തതാണ് എന്നുറക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും വിനത തോറ്റു. വിനത എനിക്ക് ദാസിയായിട്ടിരിക്കും. അതാണ് പന്തയം. അങ്ങനെ പിറ്റേ ദിവസം അത് സമ്മതിച്ചു. അപ്പം കുറച്ച് സർപ്പങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഈ കള്ളത്തരത്തിനൊന്നുമില്ല. കാര്യം അമ്മ പറയണത് അമ്മ ജയിക്കണം എന്നൊക്കെ ഉണ്ട്. അമ്മ ആരുടെയും ദാസി ആവണ്ട, അതൊക്കെ ശരിയാണ്. പക്ഷേ
ഈ കള്ളത്തരം ചെയ്തിട്ട് അങ്ങനെ പന്തയത്തിൽ ജയിക്കേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ മാറിപ്പോടാ, നിങ്ങളൊക്കെ മാറിപ്പോ. കള്ളത്തരം ഞാൻ ചെയ്യുന്ന കള്ളത്തരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേൾക്കാത്ത നിങ്ങളൊക്കെ മാറിപ്പോ. ഇനി ഒരിക്കൽ നടക്കണം. ജനമേജയൻ എന്ന് പറയുന്ന രാജാവ് ഒരു യാഗം ചെയ്യും. അത് എന്ത് യാഗമാണെന്നറിയാമോ? പാമ്പുകളെയൊക്കെ വരുത്തി തീക്കുണ്ടത്തിലേക്ക് ചാടിക്കുന്ന ഒരു യാഗം. നിങ്ങളൊക്കെ പോയി ആ ജനമേജയൻ്റെ യാഗാഗ്നിയിൽ വെന്തു മരിക്കാൻ ശപിച്ചു വിട്ടു. ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പോ മകളെ, ജീവനെ കൊതിയുണ്ടെങ്കിൽ പൊക്കോ, ഞാൻ ശപിക്കണമൊന്നുമില്ല, പൊക്കോ. ദേവേന്ദ്രൻ്റെ കുതിരയുടെ വാലുമ്മ കടിച്ച് തൂങ്ങി കിടന്നു. ആ വെളുത്ത പാണ്ട് കാണാത്ത വിധത്തിൽ ചിറ്റിപ്പണഞ്ഞ് അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞു. സർപ്പങ്ങൾ ഇവിടുന്ന് പോയി ഒരു 3-4 പേര് പോലെ ദേവേന്ദ്രൻ്റെ കുതിര അങ്ങനെ ആകാശത്തു കൂടി പറന്നിങ്ങനെ വരണ സമയത്ത് അതിൻ്റെ വാലിന്ന് പറ്റി ചേർന്നങ്ങൾ കിടന്നു. അത് കിടക്കണ സമയത്ത് അവിടെ നിലത്തുനിന്ന് എഴുന്നേറ്റ് ആകാശത്തു കൂടി പറക്കണതിന് മുൻപായിട്ട് തന്നെ അതിൻ്റെ വാലിമ്മ കയറി ചുറ്റിപ്പണഞ്ഞ് കിടന്നു. ഇപ്പം എന്താ, താഴെ നിന്ന് നോക്കുമ്പോൾ കുതിര മുഴുവൻ കറുപ്പ്, വാലിലുള്ള വെളുത്ത പാണ്ട് കാണാനേ ഇല്ല. എങ്ങനെയാ ഈ സർപ്പങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കണമല്ലോ. അപ്പോൾ പന്തയത്തിൽ എന്തുണ്ടായി? കദ്രു ജയിച്ചു. അതാണ് സംഭവിച്ചത്. കുതിരയുടെ വാലിൻ്റെ വെള്ളപ്പാണ്ട് കാണാത്ത വിധത്തിൽ പാമ്പുകൾ ചുറ്റിപ്പടഞ്ഞ് കിടന്നതുകൊണ്ട് കദ്രു പറഞ്ഞതുപോലെ മുഴുവനും കറുപ്പാണ് കുതിരയ്ക്കെന്ന് വന്നു. കദ്രു ജയിച്ചു. അതാണ് കഥ. വിനത ദാസിയായി കദ്രുവിൻ്റെ. ദാസിയാവാന്ന് പറഞ്ഞാൽ എന്താ? കദ്രുവിൻ്റെ സർവമാന ജോലികളും ചെയ്തു കൊടുക്കണം. കദ്രുവിൻ്റെ കൊട്ടാരം അടിച്ചു വാരി തെളിക്കണം. കദ്രുവിൻ്റെ കൊട്ടാരത്തിൻ്റെ രാജമുറ്റം മുഴുവൻ അടിച്ചു വാരണം. കദ്രുവിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് കൊടുക്കണം. കുളി കഴിഞ്ഞാൽ കുറിക്കൂട്ടൊക്കെ ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു ദാസി ചെയ്യേണ്ട ജോലിയൊക്കെ വിനത ചെയ്യും. അപ്പോൾ ഗരുഡൻ ഉണ്ടായി വന്നിട്ട് ഗരുഡൻ വന്ന് നോക്കുമ്പോഴെന്താ, തൻ്റെ അമ്മ ദാസിയാണ്. ഈ ദാസ്യത്തിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ, അമ്മയെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുതിരയുടെ വെളുത്ത നിറം സത്യമാണ് എന്നുള്ളത് വരണം. അങ്ങനെയാണ് പിന്നീട് ഒരു കഥ, ഗരുഡൻ്റെ കഥ. ഗരുഡൻ ഈ അമ്മയുടെ ദാസ്യം മുഴുവൻ മാറ്റി അമ്മയെ സ്വതന്ത്രയാക്കുന്ന ഒരു കഥ വേറെയുണ്ട്. അത് ഇനിയൊരിക്കൽ പറയാം. ഇപ്പോൾ ഈ കഥ കദ്രുവിൻ്റെ ദാസി വിനത. അതാണ് ഈ കഥ. വെളുത്ത പാണ്ടുള്ള കുതിരയെ സർപ്പങ്ങൾ ചുറ്റിപ്പണഞ്ഞ് മുഴുവനും കറുപ്പുള്ള കുതിരയാക്കി മാറ്റി. അതാണ് കഥ. അപ്പോൾ ഇന്നത്തെ കഥ ഇപ്പം ഇവിടെ നിർത്തുകയാണ്. കദ്രുവിൻ്റെ ദാസിയായി വിനത അങ്ങ് ജീവിക്കാൻ തുടങ്ങി. ഗരുഡൻ്റെ അമ്മ, ഗരുഡൻ ഒരു മകനേ ഉള്ളൂ കേട്ടോ. ഒരു മകൻ അരുണൻ പകുതി മാത്രം ശരീരം, പകുതി മാത്രം വളർച്ചയായിട്ട് പോയില്ലേ, സൂര്യൻ്റെ തേരാളിയായിട്ട്. പിന്നെ ഒരു മകനുള്ളതാണ് കരുത്തനായ ഗരുഡനാണ്. പക്ഷെ അമ്മയുടെ ദാസ്യം മാറ്റി സ്വതന്ത്രയാക്കുന്ന കഥ അടുത്ത ദിവസം പറയാം. ഇന്ന് ഇതുവഴി ഈ ഗരുഡൻ്റെ അമ്മ വിനത ദാസിയായ കഥ. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.